ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC കുറെ പേർക്കും കൂടി പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നിലവില് അതായത് ഇന്നലെ കോഴിക്കോട്, കണ്ണൂര്, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ഈ 5 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കാണ് കൂടുതലായിട്ട് മെസ്സേജ് പോയിട്ടുള്ളത്. അതായത് കൂടുതൽ ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ PSC തീരുമാനിച്ച സ്ഥിതിക്കാണ് ഇങ്ങനെ കുറെ പേർക്കും കൂടി മെസ്സേജ് പോയിട്ടുള്ളത്. അപ്പൊ നേരത്തെ പോയതിൽ നിന്നും മാർക്ക് അതിനടുത്ത് നിൽക്കുന്ന മാർക്ക് ഉള്ളവർക്കായിരിക്കും വീണ്ടും മെസ്സേജ് പോവുക. അതായത് മെയിൻ ലിസ്റ്റിൽ കുറെ പേരെയും കൂടി ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ എത്ര പേരെയാണ് ഓരോ ജില്ലകളിലും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്, ഇതൊരു ഏകദേശ കണക്കാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയില് മെയിൻ ലിസ്റ്റില് 1450 പേരെയാണ് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് വ്യത്യാസമൊക്കെ വരാം. ഓക്കെ, PSCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അറിയിപ്പ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള കണക്ക് പറയാൻ പറ്റൂ. ഇതൊരു ഏകദേശ കണക്കാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ കൂടുതലായിട്ട് 300 പേരെയാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ 1150 ആയിരുന്നു. നേരത്തെ 1150 ആയിരുന്നു. അതിൽ നിന്ന് 300 പേരെയും കൂടി കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കൊല്ലം മൊത്തം 850 പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് ഏകദേശം വരാനുള്ള ചാൻസ്. അതായത് നേരത്തെ ഇട്ടതിൽ നിന്നും 200 പേർക്കും കൂടി അധികമായിട്ട് മെസ്സേജ് പോകും. കൊല്ലം വന്നിട്ടില്ല, അപ്പൊ കൊല്ലം എന്തായാലും ഇനി മെസ്സേജ് വരും. ഇന്നും നാളെയും ഒക്കെ ആയിട്ട് മാക്സിമം ഇന്ന് തന്നെ വരാനാണ് ചാൻസ്. പത്തനംതിട്ട 600 പേരെയാണ് മൊത്തത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യത. 225 പേരെയും കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ 700, 200 പേരെയും കൂടി കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം 925, 125 പേരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി 600, കൂടുതലായിട്ട് 100 പേരെ അനുവദിച്ചിട്ടുണ്ട്. എറണാകുളം 1175, 225 പേരെ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. തൃശ്ശൂര് 1075 തന്നെയാണ്, കൂടുതലായിട്ട് 0 ആണ് കാണിക്കുന്നത്. ഇതിൽ വ്യത്യാസം വന്നേക്കാം. ഓക്കെ, ഫൈനൽ അല്ല, വ്യത്യാസം വരാം. ഓക്കെ, പാലക്കാട് 975, 100 പേരെയും കൂടെ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. മലപ്പുറം 1025, 200 പേരെ അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് 1025, 225 പേരെ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. വയനാട് 375, 75 പേരെ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കണ്ണൂര് 1000, 225 പേരെ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കാസർഗോഡ് 550, 125 പേരെ കൂടുതലായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് ഏകദേശ കണക്ക്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന കേരള PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അൺഅക്കാഡമിയിൽ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബാച്ച് കോഴ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കേരള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ എക്സാമിന് വേണ്ടിയിട്ട് അൺഅക്കാഡമിയിൽ കോഴ്സ് പോകുന്നുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് അൺഅക്കാഡമിയിൽ പോകുന്നത്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അൺഅക്കാഡമിയിൽ മെയ് 11 ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. കേരള PSC ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് രാത്രി 8 മണിക്കാണ്. ഈ ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ 2 ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് മെയ് 11 ഒരു 100 ഡേ ബാച്ച് കോഴ്സും, അതുപോലെ മെയ് 4 ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ ബാച്ച് കോഴ്സ് ഒരെണ്ണം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ കോഴ്സുകൾ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ 5 ജില്ലകൾക്കാണ് ഇതുവരെ മെസ്സേജ് പോയിട്ടുള്ളത്. കൂടുതൽ ജില്ലക്കാർക്ക് ഇന്നും നാളെയുമായിട്ട് മെസ്സേജ് പോവാം. എന്നിരുന്നാലും നേരത്തെ മെസ്സേജ് വന്ന ജനറൽ മാർക്കിനേക്കാൾ 2 മുതൽ 4 മാർക്ക് വരെ വിവിധ ജില്ലകളിൽ മെസ്സേജ് വന്ന ജനറൽ മാർക്കിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമിത പ്രതീക്ഷ വെക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ലിസ്റ്റ് ഒരുപാട് അങ്ങ് വലുതാക്കാൻ വേണ്ടിയിട്ട് PSC തീരുമാനിച്ചിട്ടില്ല. ഈ ഏകദേശ കണക്ക് നോക്കുമ്പോൾ 100, 200, 300 അത്രയൊക്കെ വ്യത്യാസം ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കാം. എന്നിരുന്നാലും മറ്റു പരീക്ഷകൾക്ക് വേണ്ടി കൂടി പ്രിപ്പയർ ചെയ്തോളാം. ഇത് തന്നെ കിട്ടുമെന്ന് ഒരുപാട് പ്രതീക്ഷ വെക്കേണ്ട. നമുക്ക് എന്തായാലും ഷോർട്ട് ലിസ്റ്റ് വരട്ടെ. ഷോർട്ട് ലിസ്റ്റ് വരുമ്പം ആരൊക്കെയാണ് ഉൾപ്പെട്ടത് എന്ന് ഫൈനൽ അറിയാൻ പറ്റും. ഷോർട്ട് ലിസ്റ്റ് എന്തായാലും പെട്ടെന്ന് തന്നെ വരും. 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഷോർട്ട് ലിസ്റ്റ് വരിക തന്നെ ചെയ്യും. എല്ലാം സ്പീഡിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ 10th ലെവൽ പ്രിലിംസ് വരുന്നുണ്ട് മെയ് മാസം 15. അതിനാരും ഉഴപ്പരുത്. ഇനി ആകെ 4 ദിവസമേ ഉള്ളൂ.
ഓക്കെ, മെയ് 15 ആദ്യത്തെ സ്റ്റേജ് പരീക്ഷ വരുന്നുണ്ട്. നമ്മുടെ ചാനലിൽ അവസാനമായിട്ട് റിവിഷൻ ക്ലാസ്സുകളൊക്കെ പോകുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോകുന്നുണ്ട്. അതെല്ലാം കാണുക, പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്